എന്നാലും ശരത്തിന് ആക്സിഡന്റ് എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. എങ്ങനെ വീണാലും 4 കാലിൽ വീഴുന്നൊരു ടൈപ്പ് അവൻ. അവൻ വീണൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ വരാം. ഹലോ ദേവിക. സീരിയസ് ഒന്നും അല്ലല്ലോ അല്ലേ? ഒടിവുണ്ട്, വേറൊന്നും ഡോക്ടർ പറഞ്ഞില്ല. ദേവിക ഹോസ്പിറ്റലിൽ തന്നെയാണോ? അതെ, വീട്ടുകാരെല്ലാരും ഇങ്ങോട്ട് പോന്നപ്പോ ഞാനും കൂടി പോകുന്നതാ. അല്ല, ശരത്തിന് അപകടം പറ്റിയതില് ദേവിക്ക് സങ്കടമുണ്ടോ? ഒട്ടുമില്ല. അവന്റെ കർമ്മ അതായി അനുഭവിക്കുന്നത്. യാചിക്കനാണ് വന്നതെങ്കിൽ സ്വാമിക്ക് നിരാശനായി പോകേണ്ടി വരും. ഞാനിനി ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല. കൂടുതലൊന്നും വേണ്ട, ഒരാഴ്ചയും കൂടി സമയം തരണം. തരുന്ന പ്രശ്നമില്ല സ്വാമി. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ആ വീട്ടിന്റെ താക്കോൽ എനിക്ക് കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ അടിച്ചിറക്കും ഞാൻ. അത്രയ്ക്ക് ധൈര്യമുണ്ടോ തങ്കച്ചിക്ക്? എന്റെ ധൈര്യത്തിന് വിലയുടെ താനാരാ? തെണ്ടാൻ വന്നവൻ ആ ഭാഷയിൽ വേണം എന്നോട് സംസാരിക്കാൻ. അഹങ്കാരം പറഞ്ഞാലുണ്ടല്ലോ. ക്ഷമിക്കണം, അറിയാതെ പറഞ്ഞു പോയതാ. ഈ നിൽക്കുന്ന കൈമളിനെ അറിയാമോ? മുമ്പുണ്ടായിരുന്ന പട്ടേരിയെ പോലെ അല്ല. സെൻട്രൽ ജയിൽ ഇയാൾക്ക് സ്വന്തം തറവാട് വീട് പോലെയാ. ഇത്രയൊക്കെ ദേഷ്യപ്പെടാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? എന്റെ നാക്കുന്നൊരു അബദ്ധം വീണു, അതങ്ങോട്ട് ക്ഷമിച്ചാ പോരെ. എടോ സ്വാമി, അക്ഷര ഹോസ്പിറ്റൽ കിടക്കുന്ന കിടപ്പ് കണ്ടല്ലോ, അതുപോലെ കിടക്കും ആ വീടും. മര്യാദയ്ക്ക് ആ താക്കോലിനെ ഏൽപ്പിച്ചാൽ ഞാൻ അവിടെ താമസാക്കും. അല്ലെങ്കിൽ ചിതല് നിന്ന് പോവും ആ വീട് മുഴുവൻ. ആ അവസ്ഥയിൽ എത്തിക്കും ഞാൻ. പെട്ടെന്നായതുകൊണ്ടാ പോകാനൊരു സ്ഥലം കണ്ടെത്തണ്ടേ? എങ്ങും കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിൽ വിളിച്ചു പറയാം. അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ജയശങ്കറിന്റെ അന്ത്യം.